ദുബായ് എയർ ഷോയിൽ വ്യോമാഭ്യാസം നടത്തുന്നതിനിടെ ഭാരതത്തിൻ്റെ തേജസ് യുദ്ധവിമാനം തകർന്നു വീണിട്ടുണ്ട്. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയർ ഷോ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, എന്താണ് സംഭവിച്ചത്? ഷാമ, ദുബായ് എയർ ഷോയ്ക്കിടെയാണ് ഭാരതത്തിൻ്റെ യുദ്ധവിമാനം HALൻ്റെ തേജസ് തകർന്നു വീണിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട വിവരം HAL സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളും HAL നൽകിയിട്ടുള്ള പ്രാഥമിക വിവരങ്ങളും മാത്രമാണ് നമുക്ക് മുൻപിലേക്കുള്ളത്. ഇന്ത്യൻ സമയം 3:30 കൂടിയാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. എയർ ഷോയിൽ ആദ്യ റൗണ്ട് പറക്കൽ പൂർത്തിയായതിനു ശേഷമാണ് ദുബായിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ദുബായ് അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്ത് ഈ തേജസ് യുദ്ധവിമാനം തകർന്നു വീഴുകയും പിന്നീട് അത് കത്തി അമരുകയും ചെയ്തിട്ടുള്ളത്. ഒരു പരിശീലന വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിമാനമാണ്. നിരവധിയും ഇത്തരത്തിലുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കുകയും ഭാരതത്തിൻ്റെ ആകാശക്കോട്ടയിൽ അതിന് കാവൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനമാണ് തേജസ് എന്നുള്ളത്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ഉടൻ തന്നെ HALൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിമാനമാണ്. ഈ പരിശീലന പറക്കൽ ഒരു സീറ്റ് മാത്രമുള്ള, അതായത് ഒരു പൈലറ്റ് മാത്രമുള്ള വിമാനമായിരുന്നു, പരിശീലന വിമാനമായിരുന്നു. അതിൽ അപകടം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ സാധാരണ പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് പാരച്യൂട്ടിൽ ഇറങ്ങുന്നതാണ്. പക്ഷേ ഈ വിമാനത്തിൻ്റെ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിലൊന്നും തന്നെ അത്തരത്തിൽ പൈലറ്റ് പുറത്തു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ല. എയർ ഷോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണ്ണ വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പൈലറ്റും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനമാണ് നിലവിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്നും ഒരു ഔദ്യോഗിക വിശദീകരണം, ഔദ്യോഗിക കുറിപ്പ് ഉടൻ തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഏതായാലും ദുബായിൽ ഒരു വ്യോമാഭ്യാസ പ്രകടനത്തിനിടെ എയർ ഷോയ്ക്കിടെ ആദ്യ റൗണ്ട് പൂർത്തിയാക്കി രണ്ടാമത്തെ റൗണ്ടിന് ഒരുങ്ങുമ്പോഴാണ് ഭാരതത്തിൻ്റെ യുദ്ധവിമാനം തേജസ് തകർന്നു വീണിട്ടുള്ളത്. ഈ പരിശീലന പറക്കലിൽ ഒരു പൈലറ്റ് മാത്രമായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. പൈലറ്റ് ഇജക്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. അപകടത്തിൻ്റെ കാരണം എന്താണ്? അതായത് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം, നിയന്ത്രണം വിട്ട് ആ വിമാനം നിലത്തേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അതും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമാണ് തേജസ് തകർന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് അപകടത്തിന് കാരണം? എന്തെങ്കിലും സാങ്കേതിക തകരാറ് സംഭവിച്ചതാണോ എന്നത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിശദീകരണം ഉടൻ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അല്ല, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തേജസ് നമ്മുടെ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ മേഖലയിൽ വലിയ രീതിയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാഹനം കൂടിയാണ്, ഒരു എയർക്രാഫ്റ്റ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണവും ഇതിനെന്താണ് സംഭവിച്ചത് എന്ന് കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്, അല്ലേ ജിഷ്ണു? ശ്യാമ, തീർച്ചയായും അത് സംബന്ധിച്ചൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം, വിശദമായ അന്വേഷണം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം തേജസ് എന്നുള്ളത് 2015 മുതൽ ഭാരതത്തിൻ്റെ ആകാശക്കോട്ടയിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൈന്യത്തെ സംബന്ധിച്ച് അതിർത്തി സുരക്ഷയിലാണെങ്കിലും അല്ലെങ്കിൽ നിരീക്ഷണത്തിലാണെങ്കിലും എല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ള ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള തേജസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിൻ്റെ അഭിമാനം തന്നെയാണ്. ഒരു പരിശീലന പറക്കലിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് അത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നത് തീർച്ചയായും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡും ഒപ്പം ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രതിരോധകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നും വളരെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ അപകട സ്ഥലം വിശദമായുള്ള പരിശോധന നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം ഉടൻ തന്നെ ലഭ്യമാകും. കാരണം ഇപ്പോൾ നമുക്ക് മുൻപിലുള്ളത് ഈ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ്, ഒപ്പം HAL നൽകിയിട്ടുള്ള പ്രാഥമിക വിവരം മാത്രമാണ്. ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ സമയം 3:30 ആ വിമാനം തകർന്നു വീണു എന്ന പ്രാഥമിക വിവരവും ഈ ദൃശ്യങ്ങളും മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. എന്താണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത്? വിമാനത്തിൽ നിന്നും ഈ അപകടത്തിന് മുൻപ് എന്തെങ്കിലും സന്ദേശങ്ങൾ ഈ എയർ ഷോയിൽ അത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവസാന നിമിഷത്തിൽ ഈ വിമാനം തകർന്നു വീഴുന്നതിന് മുൻപ് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ?
പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം ലഭ്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക വിശദീകരണം ഉടൻ തന്നെ ഉണ്ടാകും. ഭാരതത്തിനെ സംബന്ധിച്ച് തേജസ് എന്നുള്ളത് ഒരു അഭിമാന യുദ്ധവിമാനം തന്നെയാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിൽ പ്രതിരോധ മേഖലയിൽ അത് യുദ്ധവിമാനം മുതൽ തോക്ക് മുതൽ വെടിയുണ്ട വരെ നമ്മൾ വിദേശ രാജ്യത്തെ ആശ്രയിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ രാജ്യത്തുണ്ടായിട്ടുള്ള വിപ്ലവകരമായ മാറ്റം പ്രതിരോധ മേഖലയിൽ യുദ്ധവിമാനം ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുകയും 2015 ശേഷം ഭാരതത്തിൻ്റെ ആകാശക്കോട്ടയുടെ കാവലായി നിൽക്കുകയും ചെയ്തിട്ടുള്ള വിമാനമാണ് തേജസ് എന്നുള്ളത്. ആ തേജസ് ആണ് ഇപ്പോൾ പരിശീലന പറക്കലിനിടെ തകർന്നു വീണിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് കാരണമാണ് ഈ അപകടത്തിന് പിന്നിലുള്ളത് എന്ന വിശദമായ വ്യക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ അപകടം നടന്ന മേഖലയിൽ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിദഗ്ധ സംഘം വിശദമായുള്ള പരിശോധന നടത്തും. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു എയർ ഷോ ആയിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ പൈലറ്റും ഒപ്പം കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ടുണ്ടാകും. അത്തരത്തിൽ അവസാന നിമിഷത്തിൽ ഈ വിമാനം തകരുന്നതിന് മുൻപ് എന്ത് സന്ദേശമാണ് കൺട്രോൾ റൂമിലേക്ക് ലഭിച്ചിട്ടുള്ളത്, അതെല്ലാം സംബന്ധിച്ചൊരു വിശദമായ പരിശോധന ഉണ്ടാകും. അതിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് അല്ലെങ്കിൽ പൊതുയിടത്തിലേക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം തേജസ് വിമാനങ്ങൾ നമ്മുടെ അഭിമാനത്തിൻ്റെ ഭാഗമാണ്. അപ്പം എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഓരോ ഭാരതീയനും അവകാശമുണ്ട്. ലോകം മനസ്സിലാക്കേണ്ടത് ഈ ഒരു അപകടം എങ്ങനെയാണ് സംഭവിച്ചത്. എന്തായാലും ഈ വിഷയത്തിൽ ദ്രുതഗതിയിലുള്ള ചില നടപടികൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഒരു പരിശീലന പറക്കൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒറ്റയ്ക്ക് ഉള്ള പറക്കലിനായി വീണ്ടും പറന്നുയർന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. പെട്ടെന്ന് നിയന്ത്രണം തെറ്റി താഴേക്ക് വീഴുകയും ദുബായ് ലോക്കൽ സമയം ഏതാണ്ട് 2:10 കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. താഴേക്ക് വീണ് അതിനുശേഷം വലിയ രീതിയിൽ തന്നെ കറുത്ത പുക ഉയരുന്ന ഒരു പശ്ചാത്തലമാണ്. ഒരു പ്രാർത്ഥന, ഇത് പറത്തിയ പൈലറ്റ് അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഈ നിമിഷം നമുക്ക് പറയാനുള്ളത്.